ഭൂമിയിൽ വെച്ച് ഇത്തരം രോഗങ്ങളോ പ്രതിസന്ധികളോ സഹിച്ച ആളെ കൊണ്ടുവരും. ശ്രദ്ധിക്കണം. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഡയാലിസിസ് രോഗികൾ ശ്രദ്ധിക്കണം. ഓട്ടിസം ബാധിച്ച കുട്ടികൾ, അവർക്കൊന്നും ഒരു വിചാരണ വേണ്ട. അള്ളാഹു അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം ഈ അഹ്ലുൽ ബലാ എന്ന് പറഞ്ഞ ഈ പ്രതിസന്ധിയുടെ ആളുകളെ കൊണ്ടുവരും. ഫലാ യുൻസബു ലഹുമുൽ മീസാൻ. ഒരു നോക്കൂല, ഒരു തരത്തിലും അവരെ വിചാരണ ചെയ്യൂല. അവർക്ക് വിചാരണയേ ഇല്ല. ജീവിതത്തിൽ പ്രയാസപ്പെട്ട് ദുഃഖം സഹിച്ച് ബുദ്ധിമുട്ടിയ ഈ ആളുകൾക്ക് ഒരു തരത്തിലുള്ള വിചാരണയുമില്ല. വിചാരണയില്ലാത്ത അവസ്ഥ. അവർക്കൊരു രേഖയില്ല, അവർക്കൊരു തൂക്കവും ഇല്ല, അവർക്കൊന്നുമില്ല. ഒന്നും അവർക്കുണ്ടാവില്ല. എല്ലാ അർത്ഥത്തിലും അളവിലും അവരെ ഫ്രീ ആക്കിയിട്ട് വിടും. എന്താ ചെയ്യാ? എന്നിട്ട് പറയുന്നു, ആ സമയത്ത് അവർക്ക് പ്രതിഫലം വാരിക്കൂര്യം കൂടും. ശരിക്കും ശ്രദ്ധിക്കണം. നിസ്കരിച്ച ആൾ അയാളെ കൂലി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. സകാത്ത് കൊടുത്ത ആൾ അതിന്റെ പ്രതിഫലം കിട്ടാൻ കാത്തിരിക്കുകയാണ്. നോമ്പ് നോറ്റ ആൾ അതിന്റെ പ്രതിഫലം കിട്ടാൻ കാത്തിരിക്കുകയാണ്. നേരെ മറിച്ച് ഈ കിഡ്നി രോഗി, ക്യാൻസർ രോഗി, പ്രയാസപ്പെട്ടയാള്, ബുദ്ധിമുട്ടി ഭൂമിയിൽ എമ്പാടും സഹിച്ചു പോയാള്, അയാൾക്ക് ഒരു വിചാരണയില്ല. അവർക്ക് വിചാരണ ഖുർആൻ തീർത്ത് ഹദീസിൽ പറയാണ്, ഫലാ യുൻസബു ലഹും മീസാൻ. നമ്മൾ ഈ മീസാൻ, തുലാസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ അവിടെ വലിയൊരു തുലാസ് തൂക്കാന്നല്ല ഇതിനർത്ഥം. മറിച്ച് അയാൾ ചെയ്ത പ്രവർത്തനത്തിന്റെ നീതിശാസ്ത്രം നോക്കിയിട്ട് പ്രതിഫലം കൊടുക്കുക എന്നാ. അങ്ങനെ ഒരു സംഭവമേ ബുദ്ധിമുട്ടിയ ആൾക്കാർക്ക് ഉണ്ടാവില്ല. കാരണം എന്താ? അവര് ഭൂമിയിൽ മറ്റുള്ളവരെ പോലെ ജീവിച്ചില്ല. അവർക്ക് കുറെ പ്രയാസങ്ങൾ ഉണ്ടായി, അവർ സഹിച്ചു. അല്ലാഹു നീതിമാനല്ലേ, നീതി കാണിക്കണ്ടേ? പടച്ചറപ്പ് അവരോട് നീതി കാണിക്കും. അതുകൊണ്ട് ഈ ഡയാലിസിസ് രോഗികളെ സഹായിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നവരാണ് അവര്. പ്രാർത്ഥനക്ക് പോലും ഉത്തരം കിട്ടും. രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യൻ ക്ഷമിച്ചുകൊണ്ട് അവന്റെ ബെഡിൽ കിടന്ന് ദുആ ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഒരു 10 രൂപ കൊടുക്കുകയോ ഒരു സഹകരണം കാണിക്കുകയോ ചെയ്താൽ അവരെ പ്രാർത്ഥന മതി. ആ പ്രാർത്ഥനയാണ് നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുന്നത്. ആമീൻ പറഞ്ഞാൽ, ഒരാൾ ആമീൻ പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. ആമീൻ ഒരു പ്രാർത്ഥനയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ കൂടെ നിന്നുകൊണ്ട് ആമീൻ പറയുക മാത്രമാണ് ചെയ്തത് ഹാറൂൻ നബി അലൈഹിസ്സലാം. അള്ളാഹു പറഞ്ഞു, ഫഖദ് ഉജീബത് ദഅവതുകുമാ. നിങ്ങളെ രണ്ടാളെ ദുആക്ക് ഞാൻ ഉത്തരം നൽകി. ആരാ ദുആ ചെയ്തത്? ഒരാള്. ആരാ ആമീൻ പറഞ്ഞത്? മറ്റേ ആള്. അപ്പൊ ആമീൻ ദുആ ആണ്. ഇവിടുന്ന് ആര് ദുആ ചെയ്താലും ശരി, വലീദും വൈസ് ഇവിടെ ദുആ ചെയ്യാൻ വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആമീൻ പറയുമ്പോൾ